Hi all, welcome to Super Academy. So, we will plus 2 physics first chapter electric charges and fields most important topic Coulomb's law discuss. So, we will directly topic. So, Coulomb's law. Coulomb's law discussing the point charges attractive or repulsive force. So, we will the force between 2 point charges is directly proportional to the product of the charges and inversely proportional to the square of the distance between them. So, we have 2 point charges Q1, Q2 separated by a distance R. So, in the force is Coulomb's law. This force is force directly proportional to product of the charges Q1, Q2, product of the charges Q1, Q2, inversely proportional to square of the distance between them. Square of the distance between them inversely proportional to 1 by r square. Inversely proportional to the square of the distance between them. So, we will F directly proportional to Q1, Q2 by r square. This proportionality equal to constant. So, the constant is F equal to K into Q1 Q2 by R square. Here K value is 1 by 4 by epsilon 1. F equal to 1 by 4 by epsilon 0 Q1 Q2 by R square. This is our Coulomb's law equation. F equal to 1 by 4 by epsilon 0 Q1 Q2 by R square. Equation F equal to 1 by 4 by epsilon 0 Q1 Q2 by R square. That is epsilon 0 is constant. That is permittivity of free space. The value is 8.85 into 10 raised to minus 12 Coulomb square Newton meter square. This is the unit. അതുപോലെ 1 by 4 by epsilon 0 ന്റെ വാല്യൂ വൈയായിട്ട് വിളിച്ചിട്ട് കാരണം നമുക്ക് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ വാല്യൂ 9 ആണ്. ഇനി നമുക്ക് പറയാനുള്ള ടേമാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ഓർ എയർ. നമ്മൾ നേരത്തെ കേസിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ 1 by 4 by epsilon 0 Q1 Q2 by R square. ആ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചാർജസ് വെക്കുന്നത് ഒന്നെങ്കിൽ വാക്വത്തിൽ അല്ലെങ്കിൽ എയർ. അപ്പോൾ അവിടെ എപ്സിലോൺ 0 എന്ന് പറയുന്നത് നമ്മൾ മീഡിയത്തിൽ വെക്കുകയാണെങ്കിൽ അത് എപ്സിലോൺ 0 എന്ന് പറയാം, എപ്സിലോൺ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്ന ടേം എന്താ വെച്ചാണെങ്കിൽ ഈ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയത്തിൽ നമ്മൾ എപ്സിലോൺ എന്ന് പറയും ടു ദ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ഓർ എയർ. അതിന് നമ്മൾ എപ്സിലോൺ 0 എന്ന് വരും. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി epsilon r equal to epsilon by epsilon 0. നമുക്ക് ഇവിടുന്ന് epsilon ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. epsilon equal to epsilon 0 epsilon r. ഈ epsilon എന്ന് പറഞ്ഞാണെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം, epsilon 0 എന്ന് പറഞ്ഞാണെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ വാക്വം, epsilon r എന്ന് പറയുകയാണെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. സോ നമുക്ക് കിട്ടി epsilon equal to epsilon 0 epsilon r. ഇവിടെ വെച്ച് നമ്മൾ ഒരു ഫോഴ്സ് ഇൻ മീഡിയം കാണാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ഫോഴ്സ് ഇൻ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം അല്ലെങ്കിൽ എയർ. ഇവിടെ മീഡിയത്തിലാണ് ഒരു ഫോഴ്സ് വെച്ചത് വിചാരിച്ചോ. അപ്പോൾ അവിടെ ഇക്വേഷൻ എന്തായാലും എഫ് മീഡിയം ഈക്വൽ ടു 1 by 4 by എപ്സിലോൺ Q1 Q2 by R square. അവിടെ എപ്സിലോൺ 0 അല്ല, കാരണം അത് മീഡിയത്തിലാണ് വെച്ചത്. എപ്സിലോൺ 0 വരിക എയറിൽ വെക്കുന്ന കേസിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് വാക്വം. ഇനി നമുക്ക് എപ്സിലോൺ എങ്ങനെ എഴുതാം? എപ്സിലോൺ 0 എപ്സിലോൺ R ഇവിടെ. അപ്പോൾ ഈ ഫോഴ്സ് ഇൻ മീഡിയത്തിന്റെ ഇക്വേഷൻ ആണ് എഫ് മീഡിയം ഈക്വൽ ടു 1 by 4 by epsilon 0 epsilon r Q1 Q2 by R square. നമുക്കറിയാം എഫ് ഇൻ മീഡിയം എന്ന് പറയുന്നത് 1 by 4 by epsilon 0 epsilon r Q1 Q2 by R square. നമ്മൾ നേരത്തെ പഠിച്ചിട്ട് എഫിന്റെ എയർ എന്ന് പറഞ്ഞാണെങ്കിൽ 1 by 4 by epsilon 0 Q1 Q2 by R square. നമ്മളിത് ഇട്ട് കഴിയുമ്പോൾ മാത്രം എടുത്ത് നോക്കുമ്പോൾ എന്തായി എഫിന്റെ എയർ കിട്ടിയത്. അപ്പോൾ ഫോഴ്സ് ഇൻ മീഡിയം എന്ന് പറഞ്ഞാണെങ്കിൽ എഫ് ഇൻ എയർ ഡിവൈഡഡ് ബൈ ഈ ഒരു എപ്സിലോൺ r അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ പഠിച്ചേക്കാം. എഫ് ഇൻ മീഡിയം ഈക്വൽ ടു എഫ് ഇൻ എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ r. ഈ എപ്സിലോൺ r എന്ന് പറഞ്ഞാണെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. ചില ക്വസ്റ്റ്യൻസിൽ എന്ത് തരും? ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K എന്ന് തരും. അപ്പോൾ നമ്മൾ എപ്സിലോൺ r ഉം ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K സെയിം ആണ്.
എപ്സിലോൺ ആർ വരും, അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺസ്റ്റന്റ് കെ വരും. നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കും. പിന്നെ നമുക്ക് കുളംസ് ലോ ചെയ്ത് പ്രോബ്ലം നോക്കാം. +2 microcoulomb and -6 microcoulomb are placed 3 millimeter apart in air. Find the force between them. Find the force when they are placed in a medium of direct constant 2. ഇപ്പോൾ എന്താ പറയുന്നത്, ഒരു +2 microcoulomb എന്ന ചാർജും -6 microcoulomb എന്ന ചാർജും 3 millimeter apart ഡിസ്റ്റൻസിൽ എയറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടി ആദ്യം വെച്ചിട്ടുണ്ട് തന്ന കാര്യങ്ങൾ എടുത്ത് താഴെ എഴുതിയിരിക്കുക. നമ്മൾ തന്ന കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. Q1 എന്ന് പറഞ്ഞാൽ +2 microcoulomb ആണ്. microcoulomb എന്ന് പറഞ്ഞാൽ മൈക്രോ എന്ന് പറഞ്ഞാണെങ്കിൽ 10⁻⁶ ആണ്. അപ്പോൾ അവിടെ എപ്പോഴും SI യൂണിറ്റിൽ വേണം പ്രോബ്ലംസ് ചെയ്യാൻ. ചാർജിന്റെ SI യൂണിറ്റ് കുളുമ്പാണ്. അപ്പോൾ മൈക്രോcoulomb പറഞ്ഞാണെങ്കിൽ 2 × 10⁻⁶ കുളും. അതുപോലെ Q2 എന്ന് പറയുന്നത് -6 microcoulomb ആണ്. അപ്പോൾ Q2 = -6 × 10⁻⁶ കുളും. അടുത്ത പ്ലേസ്ഡ് 3 millimeter അപ്പാണ്. നമുക്കറിയാം ഡിസ്റ്റൻസ് 3 millimeter ആണ്. മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. സോ മില്ലിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ × 10⁻�3. അപ്പോൾ 3 millimeter എന്തായി മാറും? 3 × 10⁻3 മീറ്ററായി മാറും. ഇനി നമുക്കറിയുന്ന ഇക്വേഷൻ ആണ് ഫോഴ്സിന്റെ എയർ കണ്ടുപിടിക്കാൻ 1/4πε0 Q1 Q2/r². അപ്പോൾ ഇത്ര വാല്യൂസ് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. സോ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1/4πε0 വാല്യൂ നേരത്തെ പറഞ്ഞ 9 × 10⁻9 ആണ്. ഈ Q1 വാല്യൂ 2 × 10⁻6, Q2 വാല്യൂ -6 × 10⁻6 ഡിവൈഡഡ് ബൈ r² ആണ് വരിക. r² എന്ന് പറഞ്ഞാൽ r എന്ന് പറഞ്ഞാൽ 3 × 10⁻3 ആണ്. അപ്പോൾ അതിന്റെ സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഒന്നുകിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്ററിന്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ കിട്ടും. ഫോഴ്സിന്റെ എയർ -12,000 ന്യൂട്ടൺ, അല്ലെങ്കിൽ എന്താ പറയുക -12 × 10⁻3 ന്യൂട്ടൺ. രണ്ടും സെയിം ആണ്. ഈ നമ്മൾ ഫൈനൽ ആൻസറിൽ എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ യൂണിറ്റ് ചെയ്താൽ നോക്കാം. എന്താ പറയുക, ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. സോ നമുക്ക് -12 × 10⁻3 ന്യൂട്ടൺ എന്നുള്ള ആൻസർ കിട്ടും. ഈ ആക്ച്വലി മൈനസ് സൂചിപ്പിക്കുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. കാരണം അട്രാക്റ്റീവ് ഫോഴ്സിനാണ് നമുക്ക് മൈനസ് വാല്യൂ ഉണ്ടാകുക. ഇത് കൂടുതലേക്ക് പഠിക്കുന്നില്ല. അതായത് ഈ വാല്യൂ -12 × 10⁻3 ന്യൂട്ടൺ ആണ്. നമ്മൾ ഫോഴ്സ് ബിറ്റ്വീൻ, അതായത് ഈ ചാർജസിന്റെ എയർ വെച്ചിട്ടുള്ള ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. F_air = -12 × 10⁻3 ന്യൂട്ടൺ. നമുക്ക് F_air പകരം F എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ F ഫ്രീ സ്പേസ് എഴുതിയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് സെക്കൻഡ് സബ്ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ഫോഴ്സ് വെൻ ദേ ആർ പ്ലേസ്ഡ് ഇൻ എ മീഡിയം ഓഫ് ഡയറക്റ്റ് കോൺസ്റ്റന്റ് 2. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഇൻ മീഡിയം ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ബൈ ഡയറക്റ്റ് കോൺസ്റ്റന്റ് K, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയത് എപ്സിലോൺ r ആണ്. ഡയറക്റ്റ് കോൺസ്റ്റന്റ് നമ്മൾ K എഴുതി. അപ്പോൾ ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ നമുക്കറിയാം -12 × 10⁻3 അല്ലെങ്കിൽ -12,000 ന്യൂട്ടൺ. -12,000 ബൈ ഡയറക്റ്റ് കോൺസ്റ്റന്റ് തന്നത് 2 ആണ്. ഡിവൈഡ് ബൈ 2 ആൻസർ കിട്ടുന്നത് -6,000 ന്യൂട്ടൺ, അല്ലെങ്കിൽ -6 × 10⁻3 ന്യൂട്ടൺ. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കുളംബ്സ് ലോ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.